നിങ്ങളുടെ സമയം ഏറ്റവും അധികം തിന്നുന്നതാരാ? സ്മാർട്ട് ഫോണോ? ഇത് ഒരുപാട് ഉപകാരമുള്ള സാധനമല്ലേ? ഇതിനകത്തുള്ള ചില സംഭവങ്ങളല്ലേ വില്ലന്മാര്. നമുക്ക് 80-20 റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ആ വാട്സപ്പ് ഒന്ന് എടുത്തു നോക്കി. 100 ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാണെങ്കിൽ 80 ഗ്രൂപ്പുകളും ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. 20% അല്ലെങ്കിൽ 20 ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് പ്രയോജനമുള്ളത്. ഇതാണ് 80-20 റൂൾ. 80% റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 20% കാര്യങ്ങളിലാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത റിസൾട്ട് കുറവുള്ള 80% കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഗുണപ്രദമല്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആകുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കുക. റൂൾ ഇതാണ്: നെവർ ട്രേഡ് യുവർ ടൈം, ട്രേഡ് റിസൾട്ട്സ് ഓർ വാല്യൂസ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടോ വാല്യൂയോ കിട്ടുന്നില്ലെങ്കിൽ അവിടെ സമയം പാഴാക്കരുത്. ഇന്നലെ കണ്ട വീഡിയോസ് ഏതൊക്കെയാണെന്ന് ഓർത്തേ. അതിൻ്റെ അകത്ത് ഒരു പ്രയോജനമില്ലാത്ത രാഷ്ട്രീയ മത ചർച്ചകൾ, അവിഹിത ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ, അതിനുവേണ്ടി എത്രമാത്രം സമയം കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്നത്തെ ടാസ്ക് ഇതാണ്: ഡീകൾട്ടർ യുവർ സ്മാർട്ട് ഫോൺ. സമയം പാഴാക്കുന്ന യൂട്യൂബ് ചാനലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഉപയോഗമല്ലാത്ത ഫേസ്ബുക്കും ഇൻസ്റ്റാ പേജുകളൊക്കെ അൺഫോളോ ചെയ്യുക. ഫോണിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലോ എനിക്കുണ്ടായ ഒരു മാറ്റം. നമ്മുടെ പ്രൊഡക്ടിവിറ്റി അങ്ങ് കൂടുന്നേ. അപ്പോൾ 20% റിസൾട്ടുള്ള കാര്യത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ടാസ്കുകൾ തുടങ്ങിയവർ ഐ സ്റ്റാർട്ടഡ് എന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ യാത്രയിൽ കൂടെ ചേർക്കേണ്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ലെറ്റ്സ് ഇൻസ്പയർ ഈച്ച് അതർ. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.